ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ ലെക്ചർ സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. ഇതിൻ്റെ അബ്രിവേഷൻ എന്ന് പറയുന്നത് CSSD എന്നുള്ളതാണ്. CSSD എന്ന് പറയുന്നത് നമുക്കറിയാം, ഹോസ്പിറ്റൽസിലെ സപ്ലൈസുകളിൽ നമുക്ക് എപ്പോഴും ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഒരു എക്യുപ്മെൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റണമെന്നില്ല. റിപ്പീറ്റഡ് ആയിട്ടുള്ള യൂസസിന് നമുക്ക് ഡയറക്റ്റ്ലി എന്നാൽ പേഷ്യൻസിലോട്ട് യൂസ് ചെയ്യാനും പറ്റില്ല. ഇതിനെ ഡീകണ്ടാമിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് പ്രൊസീജിയേഴ്സുകൾ അണ്ടർഗോ ചെയ്യേണ്ടതുണ്ട്. അപ്പം ഇതെല്ലാം ലുക്ക് ആഫ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടും ഹോസ്പിറ്റലിലെ എൻ്റയർ എക്യുപ്മെൻസുകളും ഫെസിലിറ്റീസുകളും സ്റ്റെറൈൽ എൻവയോൺമെൻറ്റ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെൻറ്റ്സുകൾ എന്ന് പറയപ്പെടുന്നത്. ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻസിലോട്ട് കിടക്കുമ്പോൾ നമുക്ക് സെൻട്രൽ സ്റ്റെറൈൽ സർവീസസ് ഡിപ്പാർട്ട്മെന്റ് ഇല്ലെങ്കിൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് Central CSSD plays a pivotal role in healthcare facilities by ensuring the sterility and safety of medical instruments and equipments. ഒരു CSSDന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻ എന്ന് പറയുന്നത് ഹോസ്പിറ്റൽസിൻ്റെ എക്യുപ്മെൻസുകളും അതേപോലെ ഇൻസ്ട്രുമെൻസും സ്റ്റെറൈലായി കീപ്പ് ചെയ്യുക, അതേപോലെ തന്നെ ഇത് ആവശ്യങ്ങൾക്ക് അനുസരിച്ച് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സുകൾക്ക് അവൈലബിൾ ആക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമുക്കറിയാം, കോമൺ ആയിട്ടും നമ്മൾ സർജിക്കൽ പ്രൊസീജിയേഴ്സുകൾ ഇല്ലെങ്കിൽ ഇൻപേഷ്യൻ്റ് ഏരിയാസുകളിലാണ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെൻസുകളും ഇൻസ്ട്രുമെൻസുകളും യൂസ് ചെയ്യപ്പെടുന്നത്. വൺസ് യൂസ് ചെയ്ത ഒരു സെയിം എക്യുപ്മെൻറ്റ്സ് നമുക്ക് നെക്സ്റ്റ് സെയിം പേഷ്യൻസിലോ ഡിഫറെൻറ്റ് പേഷ്യൻസിലോ യൂസ് ചെയ്യാൻ പറ്റുന്നതല്ല. കാരണം ക്രോസ് കണ്ടാമിനേഷൻസിന് വളരെയധികം സാധ്യത ഉള്ളതാണ്. അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ്സുകളാണ് നമ്മുടെ CSSDകൾ. അപ്പം നമുക്കിതിൻ്റെ ഡെഫിനിഷൻസിലോട്ട് നടക്കാം. എന്താണ് ഒരു CSSD എന്ന് പറയുന്നത്? CSSD എന്ന് പറയുന്നത് ഇതിൻ്റെ ഫുൾ ഫോം സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. ഇത് ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോൾ വഹിക്കുന്നതാണ്. അവരാണ് നമ്മുടെ ഡീകണ്ടാമിനേഷൻ പ്രൊസീജിയർ, സ്റ്റെറിലൈസേഷൻ, അതേപോലെ മെഡിക്കൽ ഇൻസ്ട്രുമെൻസും എക്യുപ്മെൻസുകളുടെയും പ്രോപ്പർ ആയിട്ടുള്ള സപ്ലൈകൾക്കും ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സെൻട്രൽ സ്റ്റെറൈൽ ഡിപ്പാർട്ട്മെൻറ്റ്സുകളുടെ ഇമ്പോർട്ടൻസ് ഒരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഹോസ്പിറ്റൽസുകൾ ഇല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻസിൻ്റെ ഹോട്ട്സ്പോട്ടായി മാറാൻ ചാൻസസ് ഉണ്ട്. നമ്മൾ എത്ര ശ്രദ്ധിച്ചാൽ പോലും നമ്മുടെ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസുകൾ പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ CSSD പ്രോപ്പറായിട്ട് തന്നെ ഫങ്ഷൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ CSSDൻ്റെ ഡിഫറെൻറ്റ് ഏരിയാസുകളിലോട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സസിൽ ഡൈവിങ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം. നെക്സ്റ്റ്, ഒരു CSSDൻ്റെ സ്ട്രക്ചറും ലൊക്കേഷൻസുകളും അതിൻ്റെ ജനറൽ കൺസിഡറേഷൻസുകളാണ്. നമുക്ക് CSSDനെ എപ്പോഴും ലൊക്കേറ്റ് ചെയ്യേണ്ടത് എവിടെയായിരിക്കും? ഏറ്റവും കൂടുതൽ വർക്ക് ലോഡ്സുകൾ CSSD എന്ന് പറയുന്നത് നമുക്കറിയാം, ഓപ്പറേഷൻ തിയേറ്ററുകൾ, ലേബർ റൂംസുകൾ, കാഷ്വാലിറ്റി അല്ലെങ്കിൽ വാർഡ്സുകളിൽ. അപ്പം ഈ ഡിപ്പാർട്ട്മെന്റ്സുകൾക്ക് പ്രോക്സിമിറ്റിയും അതേപോലെ തന്നെ ആക്സസിബിലിറ്റിയും ഉള്ള ഏരിയാസിൽ വേണം നമ്മുടെ CSSD ഡിപ്പാർട്ട്മെന്റ്സുകൾ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഈ ഡിപ്പാർട്ട്മെന്റ്സുകളിലോട്ടാണ് ഇവരുടെ ഓപ്പറേഷൻസ് ഡയറക്റ്റ്ലി ലിങ്ക്ഡ് ആയി കിടക്കുന്നത്. ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റ്സുകൾക്ക് യൂസുകൾ ഉണ്ടാകാം, പക്ഷെ അവരുടെ ലിമിറ്റഡ് ആയിട്ടുള്ള യൂസുകളായിരിക്കും. കോമൺ ആയിട്ടുള്ള യൂസസ് പറഞ്ഞ ഓപ്പറേഷൻ തിയേറ്ററുകളും കാഷ്വാലിറ്റികളും വാർഡ്സുകളിലോട്ടുമാണ് കൂടുതലായിട്ട് കാണുന്നത്. ഇനി ഹോസ്പിറ്റൽസിൻ്റെ CSSDകളെ നമുക്ക് എവിടെ പ്ലേസ് ചെയ്യാം എന്നുള്ളതാണ്. ഇത് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ കപ്പാസിറ്റിയോ അല്ലെങ്കിൽ സൈസിനെയോ ബേസ് ചെയ്തിട്ട് ഒരു 100 ബെഡഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽസുകളാണെങ്കിൽ CSSDനെ നമുക്ക് എന്താക്കാം, OTയിലെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് TSSU, തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റുകളായിട്ട് തന്നെ ഡെഡിക്കേറ്റഡ് ഏരിയാസുകളായിട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ സെൻട്രൽ ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആക്കിയിട്ടും പ്ലേസ് ചെയ്യും. എബവ് 100 ബെഡ്സുകളാണെങ്കിൽ CSSD നമുക്ക് ഏറ്റവും ബെറ്റർ എപ്പോഴും സർവീസ് ഏരിയാസുകളിൽ പ്ലേസ് ചെയ്യുന്നതാണ്. ഇനി എബവ് 500 ബെഡ്സുകളാണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു CSSDയും തിയേറ്റേഴ്സിൻ്റെ സപ്ലൈസുകൾ നോക്കാൻ വേണ്ടിയിട്ട് TSSUയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് നമുക്ക് 3 ടൈപ്പ് ഓഫ് കാറ്റഗറിയിൽ പ്ലേസ് ചെയ്യാം. ഒരിക്കലും ഇതൊരു ഗൈഡ് ലൈനോ ഇല്ലെങ്കിൽ നിർബന്ധമല്ല, പക്ഷെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രാക്ടീസ് എന്ന് പറയുന്നത് നമുക്ക് ഇതേപോലെ ചെയ്യുന്നതായിരിക്കും. ഇനി ഒരു CSSDന്റെ ലേ ഔട്ടുകൾ എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വാൾ ഏരിയാസിനടുത്ത് ഡിഫറെൻറ്റ് ഏരിയാസുകളായിട്ട് വേണമെങ്കിൽ കാറ്റഗറൈസ് ചെയ്യാം.
അപ്പോൾ ഇതിനനുസരിച്ചിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മുടെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഗുഡ്സുകൾ വരുന്നുണ്ട്. ഈ സെയിം ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് ക്ലീനിങ്സുകൾ നടക്കുന്നത്. ഈ ക്ലീനിങ് നടന്നത് നമ്മൾ ഡീകണ്ടാമിനേഷൻ പ്രൊസീജിയേഴ്സുകളിലൂടെ കൊണ്ടുപോകുന്നു. വൺസ് ഇത് ഡീകണ്ടാമിനേഷൻ പ്രൊസീജിയേഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ പ്രോപ്പറായിട്ട് സ്റ്റോറേജുകൾ നടത്തണം. ഈ സ്റ്റോറേജിനെ നമുക്ക് പ്രോപ്പറായിട്ടുള്ള സപ്ലൈകളും നടത്തേണ്ടതുണ്ട്. അപ്പം ഇത് രണ്ടിൻ്റെയും കോളിഷൻസുകൾ വരാൻ പാടില്ല. കണ്ടാമിനേറ്റഡും ഡീകണ്ടാമിനേറ്റഡും ക്ലീനും സ്റ്റെറിലൈസ്ഡ് ആയിട്ടൊക്കെ ഉള്ളത് തമ്മിൽ നമുക്ക് ഇന്റർമിക്സിങ്ങുകൾ നടന്നിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ ഹോസ്പിറ്റലിലെ CSSD തന്നെ ഒരു ഹോട്ട്സ്പോട്ടായി മാറാം. കാരണം അൺസ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള യൂസ് ഡോസ് കണ്ടാമിനേഷൻസുകൾ അത് ഫേറ്റൽ പ്രോബ്ലംസുകൾ വരെ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ വർക്കിലെ ഫ്ലോസുകളും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഏരിയാസുകളായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒരു CSSDനെ നമുക്ക് പ്രോപ്പറായിട്ട് കാറ്റഗറൈസ് അതിൻ്റെ പ്രോസസ്സിനനുസരിച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താവും മിക്സിങ്ങുകൾ നടക്കാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതിന് പ്രോപ്പറായിട്ടുള്ളൊരു ഓർഗനൈസേഷണൽ ഫ്ലോവും സ്ട്രക്ചറും ഉണ്ടായിരിക്കൽ നിർബന്ധമായി മാറി. CSD എപ്പോഴും ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള വർക്ക് ഫ്ലോ ഫോളോ ചെയ്യുന്നുണ്ട്. കാരണം ഇതാണ് നമ്മുടെ എക്യുപ്മെന്റ്സുകളും മെറ്റീരിയൽസുകളുടെ സ്റ്റെറിലൈസേഷനും അതിൻ്റെ മെയിൻ്റെനൻസിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് വഹിക്കുന്ന ഡിപ്പാർട്ട്മെന്റ്സുകളാണ്. ഇതിനെ നമ്മൾ പ്രോപ്പറായിട്ട് സെഗ്രിഗേറ്റ് ചെയ്ത് നമ്മൾ ഇതിനെ ഹാൻഡിൽ ചെയ്തിട്ടില്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആകാൻ ചാൻസസ് ഉണ്ട്. അത് കാരണം കൊണ്ട് നമുക്ക് ക്രോസ് കണ്ടാമിനേഷൻസുകളും ഇൻഫെക്ഷൻസുകളും പേഷ്യൻസുകളിൽ നിന്ന് പേഷ്യൻസിനും ഡോക്ടേഴ്സിനും വരാൻ ചാൻസസ് ഉണ്ട്. ഇത് നമ്മുടെ ഹോസ്പിറ്റൽ എൻ്റയർ വർക്ക് ഫ്ലോനെ തന്നെ ബാധിക്കാൻ ചാൻസസ് ഉണ്ട്. അപ്പം നമ്മുടെ ഹോസ്പിറ്റൽ CSSDയിൽ എപ്പോഴും മെറ്റീരിയൽസിൻ്റെ ഒരു യൂണി ഡയറക്ഷണൽ ഫ്ലോ ആണ്. വൺ സൈഡ് ഫ്ലോ ആക്കിയിട്ട് വേണം നമുക്ക് ഇതിൻ്റെ ഓപ്പറേഷൻസുകളെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കറിയാം ഒരു ഹോസ്പിറ്റൽസിൻ്റെ CSSDയിലോട്ട് വരുന്ന മെറ്റീരിയൽസുകളുണ്ട്. അത് മൾട്ടി ഡയറക്ഷണൽ ഫ്ലോസുകൾ അല്ല അവൈലബിൾ ചെയ്യാതെ യൂണി ഡയറക്ഷണലി മൂവ്മെന്റ്സുകൾ നടത്തുമ്പോൾ നമുക്ക് എന്താകും ഇതിൻ്റെ ഓപ്പറേഷൻസുകൾ വളരെ സ്മൂത്ത് ആക്കാൻ പറ്റും. അതേപോലെ സേഫ്റ്റിയും ഉറപ്പുവരുത്താൻ പറ്റുന്നതാണ്. അപ്പം നമുക്ക് ഒരു ഹോസ്പിറ്റലിൻ്റെ CSSDൻ്റെ വർക്ക് ഫ്ലോ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലോ ചാർട്ടുകൾ കാണാം. CSSDൻ്റെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിളായിട്ട് വരുന്നത് നമുക്ക് റിസീവ് ചെയ്യുന്ന എക്യുപ്മെന്റ്സുകൾ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് അതിനെ സ്റ്റെറിലൈസ് ചെയ്ത് പ്രോപ്പറായിട്ടുള്ള എഫിഷ്യൻസിയോട് കൂടിയിട്ട് നമുക്ക് ആവശ്യക്കാർക്ക് അവൈലബിൾ ആക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്യുന്നതോടുകൂടി നമുക്ക് ഇൻഫെക്ഷൻസുകൾ കൺട്രോൾ ചെയ്യാനും അതേപോലെ തന്നെ പേഷ്യൻ്റ് സേഫ്റ്റിയും ഉറപ്പുവരുത്താൻ പറ്റുന്നതാണ്. ഫ്ലോ ചാർട്ട് ഡയഗ്രാംസിലോട്ട് പോകുമ്പോൾ നമ്മുടെ CSSDയിൽ നമുക്ക് ഡേർട്ടി ഏരിയാസുകൾ ഉണ്ടാകാം, ക്ലീൻ ഏരിയാസുകളുണ്ട്, സ്റ്റെറൈൽ ഏരിയാസുകളുണ്ട്, അതേപോലെ ഇഷ്യൂ ഏരിയാസുകളുണ്ട്. ഈ ഒരു യൂണി ഡയറക്ഷണൽ ഫ്ലോ ആണ് നമ്മൾ CSSD എപ്പോഴും ഫോളോ ചെയ്യാറ്. അപ്പം നമുക്ക് റിസീവ് ചെയ്യുന്ന ഡേർട്ടി ഗുഡ്സുകൾ നമ്മൾ എന്താണ് ഫസ്റ്റ് സോക്ക് ചെയ്ത് അതിനെ വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തിട്ട് നമ്മൾ എന്തൊക്കെയാണ് ഇതിനെ ഗ്ലൗസ് സിറിഞ്ച് എന്ന് പറഞ്ഞ് ഡിഫറെൻറ്റ് കാറ്റഗറൈസ് ചെയ്യുന്നു. ഈ കാറ്റഗറൈസ് ചെയ്തതിനെ നമ്മൾ പ്രോപ്പറായിട്ട് ക്ലീൻ സ്റ്റോറേജസുകളും ഇതിനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് രീതിയിൽ സ്റ്റെറിലൈസേഷൻസുകൾ ചെയ്യുന്നു. ഈ സ്റ്റെറിലൈസേഷൻ ചെയ്ത് തന്നെ നമ്മൾ സ്റ്റോർ ചെയ്യും. ഇനി ക്ലീൻ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് നമുക്ക് റിസീവ് ചെയ്യുന്നതെങ്കിൽ ഇതിനെ നമ്മൾ എന്താണ് പ്രോപ്പറായിട്ടുള്ള ക്ലീൻ ഏരിയാസിൽ പ്ലേസ് ചെയ്തിട്ട് ഇതിന് കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്റ്റെറിലൈസേഷൻസുകളും ഇല്ലെങ്കിൽ സ്റ്റോറേജുകളും നടത്തും. എന്നിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻസുകൾ നടത്തപ്പെടുന്നത്. അപ്പം നമ്മളുടെ വർക്ക് ഫ്ലോയിൽ കണ്ടിട്ടുള്ളത് നമുക്ക് യൂണി ഡയറക്ഷണൽ ഫ്ലോ ആണ്. ഡേർട്ടി ഏരിയാസുകൾ ഉണ്ടാവും. ഡേർട്ടി ഏരിയാസുകൾ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെൻസുകൾ റിസീവ് ചെയ്യാനും ക്ലീൻ ഏരിയാസുകൾ നമ്മൾ വൺസ് ക്ലീൻ ചെയ്തത് തന്നെ സ്റ്റോർ ചെയ്യാനോ അല്ലെങ്കിൽ അൺയൂസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെൻസുകൾ നമുക്ക് സ്റ്റോർ ചെയ്യാനോ ഉള്ള ഏരിയാസ്. ഈ ക്ലീൻ ആയിട്ടുള്ള എക്യുപ്മെൻസുകളാണ് നമ്മൾ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിലൂടെയോ ഡീകണ്ടാമിനേഷൻ പ്രോസസ്സിലൂടെയോ അണ്ടർഗോ ചെയ്യുന്നത്. വൺസ് ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മൾ ഡിഫറെൻറ്റ് ഓർഗനൈസേഷൻസിലെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിലോട്ട് നമ്മൾ സപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് അവരുടെ ആവശ്യത്തിന്. നെക്സ്റ്റ് ഒരു CSSDനെ നമുക്ക് സോൺ ചെയ്യുമ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ സോയിൽഡ് സോൺസുകളാണ്. സോയിൽഡ് സോൺസുകൾ എന്ന് പറയുന്നത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെൻസുകൾ റിസീവ് ചെയ്യുന്നതും അതിനെ സ്റ്റോർ ചെയ്യുന്ന ഏരിയാസുകളാണ് നമുക്ക് സോളിഡ് സോൺസുകൾ വരുന്നത്. സോളിഡ് സോൺസിൽ നമുക്ക് ഫർദർ 2 സോൺസുകളുണ്ട്, പ്രൊട്ടക്റ്റീവ് സോൺസുകളും ഡേർട്ടി സോൺസുകളും.
നെക്സ്റ്റ് സോൺ എന്ന് പറയുന്നത് ക്ലീൻ സോൺസുകളാണ്. ഈ ക്ലീൻ സോൺസുകളാണ് നമ്മൾ വൺസ് ക്ലീൻഡ് ആയിട്ടുള്ളതും ഇല്ലെങ്കിൽ അൺയൂസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെൻസുകളും സ്റ്റോർ ചെയ്യുന്നതും. വൺസ് സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞിട്ടുള്ളതിനെ നമ്മൾ സെപ്പറേറ്റ് എൻറ്റിറ്റി ആയി കീപ്പ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യുന്നു. സ്റ്റെറിലൈസേഷൻ സോൺസുകളാണ് നമ്മൾ വേറെ സ്റ്റെറിലൈസേഷൻസുകൾ നടത്തുന്ന ഏരിയാസുകളും അതിൻ്റെ എക്യുപ്മെൻസുകളും അതേപോലെ തന്നെ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻസുകൾ ചെയ്യുന്ന ഏരിയാസുകളാണ് സ്റ്റെറിലൈസേഷൻ സോൺസിൽ വരുന്നത്. ഇനി നമുക്ക് ഒരു സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിൻ്റെ സ്റ്റെപ്സുകളിലൂടെ പോകുമ്പോൾ ഫസ്റ്റ് തന്നെ റിൻസിങ്, ദെൻ ക്ലീനിങ്, ഡ്രൈയിങ്, ഇൻസ്പെക്ഷൻ ആൻഡ് അസംബ്ലി, പിന്നെ പാക്കേജിങ്, ലേബലിംഗ്, സ്റ്റെറിലൈസേഷൻ, സ്റ്റോറേജ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻസ്. ഇപ്പം ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിൻ്റെ ഫങ്ഷണൽ ആക്ടിവിറ്റീസിൽ പോകുമ്പോൾ റിൻസിങ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്ട്രുമെൻസുകളിൽ ഉള്ള ഡെബ്രിസസുകളും അതിൽ പിടിച്ചു നിൽക്കുന്ന ഡേർട്ടി ഏരിയാസുകളും നമ്മൾ പ്രോപ്പറായിട്ട് സോക്ക് ചെയ്ത് ഇതിനെ ക്ലീൻ ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെയാണ് റിൻസിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിനെ ക്ലീൻ ചെയ്യുന്നതാണ്. അത് മാനുവൽ ക്ലീനിങ്ങോ ഇല്ലെങ്കിൽ അൾട്രാസൗണ്ട് വാഷേഴ്സിൻ്റെ സഹായത്തോടു കൂടിയിട്ട് പ്രോപ്പറായിട്ട് സെക്കൻഡ് ക്ലീനിങ്സുകൾ ചെയ്യുന്നത്. ക്ലീൻ ചെയ്ത ഇൻസ്ട്രുമെൻസിനെ നമുക്ക് വെറ്റായിട്ട് തന്നെ ഒരു ഡീകണ്ടാമിനേഷൻ പ്രൊസീജിയേഴ്സിലൂടെ പോകാൻ പറ്റണമെന്നില്ല. അതിനെ പ്രോപ്പറായിട്ട് ഡ്രൈ ചെയ്തിട്ട് വേണം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ. ഇതിൻ്റെ നെക്സ്റ്റ് പ്രോസസ്സിലോട്ട് നെക്സ്റ്റ് സ്റ്റേജസിലോട്ട് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് പ്രോപ്പർ ഇൻസ്പെക്ഷൻസുകളും ഡിഫറെൻറ്റ് കാറ്റഗറി ആയിട്ട് ഡിഫറെൻറ്റ് ഡീകണ്ടാമിനേഷൻ പ്രോസസ്സിന് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിനെ സോർട്ട് ചെയ്ത് അതിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നതാണ് ഇൻസ്പെക്ഷൻസും അസംബ്ലീസിലും നടക്കുന്നത്. നെക്സ്റ്റ് പാക്കേജിംഗ് ആണ്. നമുക്ക് സ്റ്റെറിലൈസേഷന് മുന്നേ അല്ലെങ്കിൽ ഡീകണ്ടാമിനേഷൻ പ്രോസസ്സിന് പോകുന്നതിനെക്കാട്ടും മുന്നേ പ്രോപ്പർ പാക്കേജിങ്സുകൾ ചെയ്യേണ്ടതുണ്ട്. ഈ പാക്കേജിങ്സുകൾ ചെയ്തിട്ട് വേണം നമ്മൾ നെക്സ്റ്റ് പ്രോസസ്സിലോട്ട് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിനെ ലേബിൾ ചെയ്യണം. ഏത് ഡിപ്പാർട്ട്മെൻറ്റ്സിലോട്ടാണ് അല്ലെങ്കിൽ ഏത് ഇൻസ്ട്രുമെൻ്റ് ആണ് എന്നുള്ള പ്രോപ്പർ ലേബിളിങ്സുകൾ വേണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഡീകണ്ടാമിനേഷൻ പ്രോസസ്സിലൂടെ പോകുന്നതാണ്. ഈ ഡീകണ്ടാമിനേഷൻ പ്രോസസ്സുകളിൽ നമുക്ക് ഓട്ടോക്ലേവുകളാകാം, ഹോട്ട് എയർ ഓവൻസുകളാകാം, കെമിക്കൽ സ്റ്റെറിലൈസേഷൻസുകളാകാം. അപ്പോൾ ഓരോ ഡീകണ്ടാമിനേഷൻ പ്രോസസ്സിനും ഡിഫറെൻറ്റ് ഓപ്പറേഷണൽ രീതികളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ലേബിൾ ചെയ്യുമ്പോൾ തന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇതിൽ നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് പ്രൊസീജിയറാണ് കൊണ്ടുപോകാൻ പോകുന്നത്, എന്നാണ്, ഏത് ഡേറ്റിലാണ് സ്റ്റെറിലൈസേഷൻ ചെയ്തത്, ഇതിൻ്റെ ഷെൽഫ് ലൈഫുകൾ എത്രയാണ്, ഏത് ടൈമാണ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലേബിൾ ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വൺസ് സ്റ്റെറിലൈസേഷൻ അല്ലെങ്കിൽ ഡീകണ്ടാമിനേഷൻ പ്രൊസീജിയേഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്യുന്നതാണ്. ഇതിനെ മറ്റുള്ള മെറ്റീരിയൽസും എക്യുപ്മെൻസിൽ നിന്നും നമ്മൾ മാറ്റി വെച്ചിട്ട് പ്രോപ്പർ സ്റ്റോറേജുകൾ ഇമ്പോർട്ടൻ്റ് ആയി നിൽക്കുന്നു. കാരണം ഇത് മിക്സായി പോകാൻ ഒരിക്കലും പാടില്ല. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ്. ആവശ്യമായിട്ടുള്ള എക്യുപ്മെൻസുകൾ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സുകൾ അവരുടെ ആവശ്യാർത്ഥം നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. ഡിസ്ട്രിബ്യൂഷനും നമ്മൾ ഡിഫറെൻറ്റ് പ്രിൻസിപ്പിൾസുകൾ യൂസ് ചെയ്തിട്ടാണ് ഡിസ്ട്രിബ്യൂഷൻസുകൾ ചെയ്യുന്നത്. നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ പ്രിൻസിപ്പിൾസുകളും വരും സെഷൻസിൽ നോക്കാം. ഇതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 സിസ്റ്റംസുകളാണ് മിൽക്ക് റൗണ്ട് സിസ്റ്റംസ്, ഗ്രോസറി സിസ്റ്റംസ്, ക്ലീൻ ഫോർ ഡേർട്ടി എക്സ്ചേഞ്ച് സിസ്റ്റം. ഇവിടെ മിൽക്ക് റൗണ്ട് സിസ്റ്റത്തിന് നമ്മൾ ആദ്യം തന്നെ ഒരു പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള സ്റ്റോക്ക് ലെവലുകൾ ഐഡന്റിഫൈ ചെയ്തിരുന്നു. എന്നിട്ട് ആവശ്യാർത്ഥം അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 50% സ്റ്റോക്കുകൾ നമ്മൾ ഫില്ലപ്പ് ചെയ്യുന്നു. പിന്നെ അവർക്ക് ആവശ്യം വരുമ്പോൾ പിന്നെയും നെക്സ്റ്റ് 25% എന്നുള്ള ഡിഫറെൻറ്റ് ലെവൽസുകളിലായിട്ട് നമ്മൾ സ്റ്റോക്കപ്പ് ചെയ്യുന്നതാണ് മിൽക്ക് റൗണ്ട് സിസ്റ്റം. ഈ ഗ്രോസറി സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ പ്രോപ്പറായിട്ടുള്ള റിക്വസിഷൻസ് നമ്മുടെ ആവശ്യാർത്ഥം നമ്മൾ എന്താണ് റിക്വസ്റ്റ് കൊടുത്ത് കളക്ട് ചെയ്യുന്നതാണ് ഗ്രോസറി സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലീൻ ഫോർ ഡേർട്ടി എക്സ്ചേഞ്ച് സിസ്റ്റം. ക്ലീൻ ഫോർ ഡേർട്ടി എക്സ്ചേഞ്ച് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ്, അതായത് ആ ഡിപ്പാർട്ട്മെൻറ്റ്സുകൾ ഓൺ ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സുകളായിട്ടാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത്. ആ എക്യുപ്മെൻറ്റ്സുകൾ നമ്മൾ CSSDയിലോട്ട് ക്ലീനിങ് പ്രോസസ്സിന് വേണ്ടി പോകുമ്പോൾ അതിനെ അവർ റീപ്ലേസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ക്ലീൻ ഫോർ ഡേർട്ടി എക്സ്ചേഞ്ച് സിസ്റ്റം എന്ന് അറിയപ്പെടുന്നത്. ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ നമുക്ക് കോമൺ ആയിട്ട് 3 സിസ്റ്റമാണ് വരുന്നത്: മിൽക്ക് റൗണ്ട് സിസ്റ്റം, ഗ്രോസറി സിസ്റ്റം, ക്ലീൻ ഫോർ ഡേർട്ടി എക്സ്ചേഞ്ച് സിസ്റ്റം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സസിൽ പഠിച്ചിട്ടുണ്ടായത് CSSDനെ കുറിച്ചിട്ടാണ്.
ഇപ്പോൾ CSSD എന്ന് പറയുന്നത് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെൻറ്റ്സുകളാണ്. ഒരു ഹോസ്പിറ്റൽസിൻ്റെ എക്യുപ്മെൻസുകളും അതേപോലെ തന്നെ ഇൻസ്ട്രുമെൻസുകളും പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്ത് ക്രോസ് കണ്ടാമിനേഷനിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാനും പേഷ്യൻ്റ് സേഫ്റ്റിയും ഉറപ്പുവരുത്തുന്ന ഡിപ്പാർട്ട്മെൻറ്റ്സുകളാണ് നമ്മുടെ CSSDകൾ. ഇതിൻ്റെ ഡിഫറെൻറ്റ് ജനറൽ കൺസിഡറേഷൻസുകളും ഇതിൻ്റെ വർക്ക് ഫ്ലോ അതേപോലെ തന്നെ നമ്മൾ സോണിങ്സുകളാണ് പഠിച്ചിട്ടുണ്ടായത്. ഈ ഓപ്പറേഷണൽ ഏരിയാസുകളിൽ എങ്ങനെയാണ് ഒരു ക്ലീനിങ് പ്രോസസ്സുകൾ കണ്ടിന്യൂ ചെയ്യുന്നതും അതിൻ്റെ ഡിഫറെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റവും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ വരുന്ന ലൈവ് ക്ലാസ്സസിൽ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള അവസരം നൽകുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ നോട്ട് ചെയ്ത് വെക്കുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.